ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നമ്മുടെ ഹരണ നിയമങ്ങൾ എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. അതായത് ഡിവിസിബിലിറ്റി റൂള്, ഹരണ നിയമങ്ങൾ. നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരുപാട് ബേസുകളുണ്ട്. അതായത് നിങ്ങൾ മാത്സിലേക്ക് കിടക്കുമ്പോൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്നൊരു ടോപ്പിക്ക് നമുക്ക് PSC സബ്ജക്റ്റിലുണ്ടല്ലോ. അപ്പോൾ ഇതൊരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഒരുപാട് ബേസുകളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ബേസുകളുണ്ട്. അതായത് നിങ്ങൾ 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് തന്നെ വേണമെങ്കിൽ സ്പെഷ്യലായിട്ടൊന്ന് ചെയ്തു തരാം. നമുക്ക് വേണ്ടിയ ബേസ് ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഇവിടുന്ന് പറഞ്ഞു, എന്നിട്ട് അടുത്തൊരു ക്ലാസ് ഞാനത് വേറെ എടുത്തു തരാം. പിന്നെ 1 മുതൽ 10 വരെയുള്ള ഗുണന പട്ടിക വ്യക്തമായി അറിഞ്ഞിരിക്കണം. പിന്നെ 1 മുതൽ 10 വരെയുള്ള ഘനം, അതായത് നമ്മുടെ ക്യൂബ്, 1 മുതൽ 10 വരെയുള്ള ക്യൂബും പഠിച്ചിരിക്കണം. അപ്പോൾ അത്രയും പഠിച്ചാൽ നമുക്കൊരു ബേസായി അല്ലേ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഞാനത് ഒരു വേറെ ക്ലാസ് ആയിട്ട് നമുക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ വേണ്ടിയ ബേസ് കൃത്യമായി ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. എല്ലാ തരത്തിലുള്ള ബേസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹരണ നിയമങ്ങൾ അഥവാ ഡിവിസിബിലിറ്റി റൂളാണ് പഠിക്കുന്നത്. ഹരണ നിയമങ്ങൾ എന്ന് വെച്ചാൽ നോക്കൂ, എന്താ ഹരണ നിയമങ്ങൾ എന്ന് പറയുന്നത്? ആദ്യം നമ്മളത് എന്താണെന്ന് പഠിക്കണമല്ലോ. അപ്പോൾ ഹരണ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്ന് പഠിക്കണം. നോക്കൂ, ഹരണ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹരണ നിയമം നോക്കിക്കേ. അതായത് ഹരണ നിയമങ്ങൾ എന്താണ്? ഹരണ നിയമം എന്ന് പറയുന്നത് നോക്കൂ, വലിയ സംഖ്യകളെ ഏത് സംഖ്യ കൊണ്ട് എളുപ്പത്തിൽ ഹരിക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഹരണ സാധ്യത ഉപയോഗിക്കുന്നത്. അതായത് വലിയ ഒരു നമ്പർ നമ്മൾ പറയാണ്, ഏതെങ്കിലും ഒരു വലിയ നമ്പർ നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ ഇത് ഏതോ ഒരു വലിയ നമ്പർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഇതാണ് ഒരു നമ്പർ. അപ്പോൾ വലിയൊരു നമ്പർ വരുമ്പോൾ ഈ നമ്പറിനെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് എളുപ്പത്തിൽ ഹരിക്കാൻ സാധിക്കും, അത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഹരണ നിയമം ഉപയോഗിക്കും. അപ്പോൾ ഹരണ നിയമം, അപ്പോൾ ഇതുപോലുള്ള വലിയ വലിയ സംഖ്യകളെ നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണ് എളുപ്പത്തിൽ ഹരിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംഖ്യ അങ്ങോട്ട് എഴുതുമ്പോൾ ആ സംഖ്യയെ 1 കൊണ്ട് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് നിയമം ഉപയോഗിക്കുന്നു? ഹരണ നിയമം ഉപയോഗിക്കുന്നു. അപ്പോൾ ഹരണ നിയമം ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട 2 മുതൽ 11 വരെയുള്ള സംഖ്യകൾക്കാണ് ഹരണ നിയമങ്ങൾ ഉള്ളത്. 2 മുതൽ 11 വരെയുള്ള സംഖ്യകൾക്ക് എന്തുണ്ട്? 2 മുതൽ 11 വരെയുള്ള സംഖ്യകൾക്ക് ഹരണ നിയമം ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ ഓരോ സംഖ്യയുടെയും ഹരണ നിയമം വെവ്വേറെ പഠിക്കണം. അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പം 2ൻ്റെ ഹരണ നിയമം അല്ല 3ന് മറ്റൊരു ഹരണ നിയമമാണ്, 4ന് മറ്റൊരു ഹരണ. അപ്പോൾ ഓരോ സംഖ്യയുടെയും ഹരണ നിയമം നിങ്ങൾ എന്ത് ചെയ്യണം, സ്പെഷ്യലായിട്ട് തന്നെ പഠിക്കേണ്ടത് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഏത് സംഖ്യയുടെയാണ്? നമ്മൾ 2ൻ്റെ ഹരണ നിയമം പഠിക്കാനായിട്ട് പോവാണ്. അതായത് 2 എന്ന സംഖ്യയുടെ ഹരണ നിയമം എന്താണ്? ഇപ്പോൾ 2 എന്ന സംഖ്യ നമ്മൾ എടുക്കുമ്പോൾ ഒരു സംഖ്യയുടെ അവസാന അക്കം 0, 2, 6, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ ആ സംഖ്യ 2ൻ്റെ ഗുണിതമാണ്. നമ്മൾ ഒരു സംഖ്യ, ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കൂ, ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ ഞാനിവിടെ എഴുതുകയാണ്. വലിയൊരു സംഖ്യ ഞാനിവിടെ എഴുതുകയാണ്. അപ്പോൾ വലിയൊരു സംഖ്യ ഞാനിവിടെ എഴുതുമ്പോൾ ഈ സംഖ്യ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാനായിട്ട് നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? ഏതൊരു സംഖ്യ ആണെങ്കിലും ആ സംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റ് നോക്കിയാൽ മതി. ഈ അവസാനത്തെ ഡിജിറ്റ് അങ്ങോട്ട് നോക്കിയാൽ മാത്രം മതിയാവും. ഈ അവസാനത്തെ ഡിജിറ്റ് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. അവസാനത്തെ ഡിജിറ്റിൽ 0 എന്താണ്? അവസാനത്തെ ഡിജിറ്റ്, ഒരു സംഖ്യയുടെ അവസാന അക്കം എന്ന് പറയുന്നത്, അവസാന ഡിജിറ്റ് എന്ന് പറയുന്നത് 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ, അതായത് അവസാന അക്കം ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ, ഇതിപ്പോൾ 3 അക്ക സംഖ്യ 368 അവസാനം 8 വന്നു. അപ്പോൾ 8 വരികയാണെങ്കിൽ അത് 2 കൊണ്ട് ഹരിക്കാം. 360 വന്നു, 0 വരികയാണെങ്കിൽ അത് 2 കൊണ്ട് ഹരിക്കാം. ഇനിയും 383 വന്നു, 3 അവസാനം വന്നത്. അപ്പോൾ അത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല.
അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ 2ന്റെ ഹരണ നിയമം ഏറ്റവും എളുപ്പമാണ് നമുക്ക് പഠിക്കാൻ. 2 എന്ന സംഖ്യയുടെ ഹരണ നിയമം പഠിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്താ നോക്കേണ്ടത്? അവസാനത്തെ ആ ഡിജിറ്റ് അത് മാത്രം നോക്കിയാൽ മതി. ആ അവസാനത്തെ ഡിജിറ്റ് വലിയ ഒരു സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 0, 2, 4, 6, 8 ആണെങ്കിൽ അത് 2ന്റെ ഹരണ നിയമം ആയിരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഈ ഒരു സംഖ്യ. പിന്നെ ഇവിടെ എല്ലാം ഞാൻ കൊടുത്ത സംഖ്യകൾ. അപ്പോൾ അവസാനത്തെ ഡിജിറ്റ്, അപ്പോൾ 2ന്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മാറ്റാൻ നോക്കിയാൽ മതി? അവസാന അക്കം മാത്രം നോക്കിയാൽ മതി. എന്ത് നോക്കിയാൽ മതി? അവസാനത്തെ അക്കം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ കോഡ്. അവസാന അക്കം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അവസാന അക്കം ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് 2ന്റെ ഹരണ നിയമം ആണ്. റെഡിയാണല്ലോ? അപ്പോൾ അങ്ങനെയെങ്കിൽ 2ന്റെ ഹരണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. കാരണം അതങ്ങനെ ചോദിക്കില്ല. കാരണം വളരെ എളുപ്പമാണ്. 2ന്റെ ഹരണ നിയമം വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അതിൻ്റെ ചോദ്യങ്ങൾ അങ്ങനെ കുറവാണ് PSC ചോദിക്കുന്നത്. ഏറ്റവും എളുപ്പമുള്ളൊരു ഹരണ നിയമമാണ്. അവസാനത്തെ ഡിജിറ്റ് നമ്മൾ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് 3ന്റെ ഹരണ നിയമമാണ്. 3ന്റെ ഹരണ നിയമം എന്താണ്? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 3ന്റെ ഹരണ നിയമം പഠിക്കാൻ പോവാണ്. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സംഖ്യയും 3 കൊണ്ട് ഹരിക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? ചോദ്യങ്ങൾ നമുക്ക് 3ന്റെ ചെയ്യാം. ആദ്യം ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇപ്പൊ 246 എന്നൊരു സംഖ്യ, ഇതൊരു സംഖ്യയാണല്ലോ. ഞാൻ ഇങ്ങനെ ഒരു സംഖ്യ ഇവിടെ എഴുതി. 3 കൊണ്ട് ഈ സംഖ്യയെ ഹരിക്കാൻ സാധിക്കുമോ? അതറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക നോക്കണം. അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അക്കങ്ങളുടെ തുക നോക്കുന്നേ? 2 കൂട്ടണം 4 കൂട്ടണം 6. അക്കങ്ങളുടെ തുക 2 + 4 + 6 ചെയ്യണം അല്ലേ? ആ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4 6 4 10 12 കിട്ടും. ഈ 12 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 12/3 4 അപ്പോൾ ഈ 12 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാം. ശിഷ്ടം 0 വരുന്ന രീതിയിൽ, ശിഷ്ടം മറ്റൊന്നും 0 വരുന്ന രീതിയിൽ നമുക്ക് കൃത്യമായി ഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ 12നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ശിഷ്ടം കിട്ടും. അത് എത്രയാണ്? 4 അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? 246നെയും 3 കൊണ്ട് ഹരിക്കാം. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? 246നെയും 3 കൊണ്ട് ഹരിക്കാം എന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു സംഖ്യ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട് ആ സംഖ്യയുടെ തുക എടുക്കണം. ആ സംഖ്യയുടെ തുക എങ്ങനെ എടുക്കുന്നത്? ആ സംഖ്യയുടെ തുക എടുക്കാനായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി അക്കങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ അതിൻ്റെ തുക കിട്ടും. ആ കിട്ടുന്ന അക്കം 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കിയാൽ മതിയാകും. മറ്റൊരു ഉദാഹരണം നോക്കാം. 357 എന്നൊരു സംഖ്യ നമ്മൾ നോക്കുകയാണ്. 357 എന്ന സംഖ്യ നോക്കുമ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? അക്കങ്ങളുടെ തുക എടുക്കുന്നു. അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 3 + 5 + 7 ചെയ്യുന്നു അല്ലേ? അപ്പോൾ 7 3 10 15 നമുക്ക് ഉത്തരം കിട്ടുന്നത്. എത്ര നമുക്ക് ഉത്തരം കിട്ടുന്നത്? 15 നമുക്ക് ഉത്തരം കിട്ടുന്നത്. 15 എന്ന് പറയുന്ന സംഖ്യ 3 കൊണ്ട് ഹരിക്കാമോ? തീർച്ചയായും. 15 എന്ന് പറയുന്ന അതിനിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗുണനപ്പട്ടിക പഠിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 1 മുതൽ 10 വരെയുള്ള ഗുണനപ്പട്ടിക ഏറ്റവും വലിയ ബേസാണ്. അതറിയാമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. 15നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഗുണനപ്പട്ടിക അറിയാമെങ്കിൽ കിട്ടും. ഇനി അതിലൊരു സംശയം വന്നു, സാറേ എനിക്ക് 15നെ 3 കൊണ്ട് ഹരിക്കാമോ എന്നറിയില്ല. അപ്പം നിങ്ങൾ 5 + 1 ചെയ്യണം. അപ്പോൾ 6 കിട്ടും. 6നെ 3 കൊണ്ട് ഹരിക്കാമല്ലോ. 3 2 6 അല്ലേ? അങ്ങനെയും ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഗുണനപ്പട്ടി അറിയാമെങ്കിൽ നമുക്ക് 15 ÷ 3 എത്രയാണ്? 5 3 15. 5 വരും ആൻസർ. അപ്പോൾ ഇത് 3ന്റെ ഒരു 3 കൊണ്ട് നമുക്ക് ഈ സംഖ്യ എന്ത് ചെയ്യാം? ഹരിക്കാൻ പറ്റും. ഈ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതാണ് 3ന്റെ ഹരണ നിയമം. അപ്പോൾ ഒരു സംഖ്യ ഏതെങ്കിലും ഒരു ബ്ലൈൻഡ് ആയിട്ടൊരു സംഖ്യ നമുക്ക് തരുമ്പോൾ ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? ഒരു ബ്ലൈൻഡ് ആയിട്ടൊരു നമ്പർ നമുക്ക് എഴുതി അങ്ങ് തരിക. ഒരു ബ്ലൈൻഡ് ആയിട്ടൊരു നമ്പർ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നിട്ട് ഈ നമ്പറിനെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്ടം 0 വരിക അല്ലേ? അപ്പോൾ നിശേഷം ഹരിക്കാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ മതി? ഈ നമ്പറുകൾ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുക. 2 + 4 + 6 കൂട്ടുക. അക്കങ്ങൾ കൂട്ടുമ്പോൾ ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ആ നമ്പറിനെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കിയാൽ മതിയാകും. അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. റെഡിയാണല്ലോ? അപ്പോൾ ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സംഖ്യയും 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഹരിക്കാമെങ്കിൽ ആ സംഖ്യയും
3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കൂ. ക്വസ്റ്റ്യൻസ്: ചുവടെ കൊടുക്കുന്നവയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? അതായത് 4 ഓപ്ഷനുകളിൽ 4 സംഖ്യകൾ കൊടുത്തിരിക്കുകയാണ്. ഈ 4 സംഖ്യയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത് എന്ന ചോദ്യം. അതായത് 3 കൊണ്ട് നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്ടം എത്ര വരണം? 0 വരണം അല്ലേ? അപ്പം 3ന്റെ ഹരണ നിയമമാണ് നമ്മൾ നോക്കേണ്ടത്. ഞാനിപ്പോൾ ആദ്യം ഈ നമ്പർ നോക്കുന്നു. അപ്പം 3ന്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ തുക, നമ്മൾ ആദ്യം തുക കാണണം. 2 + 5 + 1 + 2 ചെയ്യണം. തുക കാണുന്ന സംഖ്യ. അപ്പോൾ തുക കാണുമ്പോൾ 5 2 6 7 1 8 8 2 10 ആണ്. അപ്പോൾ 10 എന്ന നമ്പറിനെ 3 കൊണ്ട് ഹരിക്കാൻ നമുക്ക് സാധിക്കില്ല. നിശേഷം ഹരിക്കാൻ സാധിക്കില്ല, ശിഷ്ടം വരും. അപ്പോൾ ഇതൊരിക്കലും വരില്ല, ഇത് റോങ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് റോങ് ഇടാം. ഇനി അടുത്ത് ഇത് വരുമോ? അത് വരാനായിട്ട് നമ്മൾ വീണ്ടും എന്താണ്, അക്കങ്ങളുടെ തുക നോക്കണം. അപ്പോൾ അക്കങ്ങളുടെ തുക നോക്കുമ്പോൾ നോക്കിയേ, 4 3 7 7 2 8 9 9 6 10 11 12 13 14 15. 15 എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് 5 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ വന്നു. ഏതാണ്? ഇതാണ്. ഇതാണ്. ഇതെങ്ങനെ കണ്ടുപിടിച്ചത് നമുക്ക് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അക്കങ്ങളുടെ തുക കൊടുത്തു. 3ന്റെ ഹരണ നിയമം നമ്മൾ അപ്ലൈ ചെയ്തു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3ന്റെ ഹരണ നിയമം നമ്മൾ അപ്ലൈ ചെയ്തു. 3ന്റെ ഹരണ നിയമം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് കിട്ടി എന്താണ്, എല്ലാ അക്കങ്ങളുടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ 3 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, കൃത്യമായ ഒരു ആൻസർ കിട്ടും. റെഡി ആണല്ലോ? അത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ആൻസർ കിട്ടിയെങ്കിൽ നമ്മളത് എന്താണ്, അത് ഓക്കെ ആയാൽ മതി. വീണ്ടും അതാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഒരു ചോദ്യം നോക്കിയേ. ചുവടെ കൊടുക്കുന്നവയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ. അതായത് ഒന്നുമില്ല, 4 സംഖ്യകൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏത്? നമ്മളൊന്നുമില്ല, നമ്മൾ ഇവിടെ മുതൽ എന്താണ്, അക്കങ്ങളുടെ തുക നോക്കി പോകണം. ഇപ്പോൾ 6 5 11 1 12 12 4 16 ആണ്. 16 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. പറ്റുമോ? 5 3 15 6 3 18 വരുന്നത്. അപ്പോൾ 16 കൊണ്ട് നമുക്ക് 3നെ ഹരിക്കാൻ, നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊരിക്കലും ആൻസർ വരില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം അല്ലേ? ഇനി ഇത് വരുമോ? അക്കങ്ങളുടെ തുക നോക്ക്. 7 + 2 + 3 + 1 ഇങ്ങനെയല്ലേ അക്കങ്ങളുടെ തുക നോക്കുന്നത്? എല്ലാം കൂടെ കൂട്ട്, അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുക. അങ്ങനെയാകുമ്പോൾ അക്കങ്ങളുടെ തുക കിട്ടും. അപ്പോൾ 7 2 8 9 9 1 10 13. 13 എന്ന നമ്പറിനെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാമോ? കഴിയില്ല. കഴിയുമോ? 3 9 4 3 12 വരിക. അപ്പോൾ 13 വരില്ല. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, ഇതും അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സംഖ്യയും വെട്ടാം. ഇനി ഇതാണോന്നറിയാൻ വീണ്ടും നമ്മൾ അക്കങ്ങളുടെ തുക എടുക്കുന്നു. 6 + 3 + 0 + 9. അപ്പോൾ 6 3 9 9 9 18. 18 എന്ന് പറയുന്ന സംഖ്യ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 1 0 കിട്ടുന്നത്. നമുക്ക് 18നെ 3 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാം. ആൻസർ 6 കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടി. അതായത് നമ്മൾ 3ന്റെ ഹരണ നിയമം എന്താ പറയുന്നത്? ഒരു ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക കിട്ടുന്ന നമ്പർ ഉണ്ട്. ആ അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഹരിക്കാമെങ്കിൽ, അതായത് 18 3 കൊണ്ട് ഹരിക്കാമെങ്കിൽ ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാം. അതല്ലേ നമ്മളുടെ ഇത് പറയുന്നത്, റൂള് പറയുന്നത്. 3ന്റെ ഹരണ നിയമം അതല്ലേ പറയുന്നത്. അപ്പോൾ ഇതല്ലേ ശരി? അപ്പോൾ ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ശരിയായിട്ടുള്ള ആൻസർ കിട്ടിയാൽ പിന്നെ ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇത്തരത്തിലുള്ള ഈ ടോപ്പിക്ക്, ഈ 3ന്റെ ഹരണ നിയമം നിങ്ങൾ സെറ്റാകും. ഈ ചോദ്യം നോക്കിയാൽ അടുത്ത ചോദ്യം നോക്കിക്കേ. ചുവടെ കൊടുക്കുന്നവയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? അപ്പം നോക്കൂ, 4 സംഖ്യകൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ആ 4 സംഖ്യകളിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഓരോ സംഖ്യയും നോക്കണം. ഓരോ സംഖ്യയുടെ അക്കങ്ങളുടെ തുക നോക്കുക. അപ്പോൾ അക്കങ്ങളുടെ തുക നോക്കുമ്പോൾ 9 1 10 10 + 4 14 എന്ന് കിട്ടും. 10 + 4 14 എന്ന് കിട്ടും. 14നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരിക്കലും ആൻസർ വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയുക. ഇനി ഇത് പറ്റുമോ? അപ്പോൾ നമ്മൾ വീണ്ടും അക്കങ്ങളുടെ തുക നോക്കുന്നു. 7 + 8 + 1 + 2. അപ്പം ഏതാണ്, 8 1 9 9 2 10 11 11 7 18. അപ്പോൾ 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 എന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത് നമ്മുടെ 3ന്റെ
3 കൊണ്ട് നമുക്കിതിനെ ഹരിക്കാൻ സാധിക്കും. നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. സെറ്റാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ചോദ്യങ്ങൾ ചെയ്തതോടുകൂടി നമുക്ക് എന്താണ്, നമുക്ക് 3ന്റെ ഹരണ നിയമം എന്താണ്, സെറ്റായി അല്ലേ. അടുത്ത ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ നോക്കടാ, നമുക്കിതാ ഈ ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. അതായത് ഈ ചോദ്യം പറയുന്നത് എന്താണ്, 5-4-4 എന്ന സംഖ്യ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണെങ്കിൽ ഉചിതമായത് പൂരിപ്പിക്കുക. അതായത് ഒന്നുമില്ല, ഒരു 4 അക്ക സംഖ്യയാണ്. ഈ 4 അക്ക സംഖ്യയെ നമുക്ക് 3 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എങ്കിൽ ഈ ഡാഷിൽ വരുന്ന കൃത്യമായിട്ടുള്ള ഈ ഡാഷിൽ ഏത് സംഖ്യ വരുന്നതെന്ന്, ആ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് പോലത്തെ ചോദ്യമാണ്. ആ ഫില്ലിൽ നിങ്ങൾ ഏത് സംഖ്യ പൂരിപ്പിക്കും? എടാ നമുക്കറിയാം 3ന്റെ ഹരണ നിയമം എന്താണ്. 3ന്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്, അക്കങ്ങളുടെ തുക. അതായത് അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 5 + 4 ഇവിടെ ഏതോ ഒരു സംഖ്യയുണ്ട്, അതേ +4 ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്, ആ കിട്ടുന്ന സംഖ്യ ഏതാണോ അതിനെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ ഈ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. അതാണല്ലോ 3ന്റെ ഹരണ നിയമം പറയുന്നത്. അപ്പം നമുക്ക് ഏതായാലും ഇതെല്ലാം ഒന്ന് കൂട്ടി നോക്കാം. 5 + 4 9 ആണ്. 9 + 4 എത്രയാണ്, 10 × 12 13 വരുന്നത്. 13ന്റെ കൂടെ 1 കൂട്ടിയാൽ 14 വരുന്നത്. 14 അപ്പോൾ ഒരിക്കലും എന്താണ്, 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് നമുക്ക് 1 അവിടെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. 5 × 4 9, 9 × 4 10 12 13. അപ്പോൾ 13ന്റെ കൂടെ ഏതാ വരാൻ പറ്റുന്നത്, 2 വരുമോ? 13ന്റെ കൂടെ 2 വരുമ്പോൾ 13 + 2 15 എന്ന് വരും. 15നെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കാരണം 5 3 15. അപ്പോൾ 2 ആണ് ശരി ഉത്തരം. 3 പറ്റില്ല, 4 പറ്റില്ല. കാരണം 13ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 16, 16 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 13ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 17, അതും 3ന്റെ മൾട്ടിപ്പിൾ അല്ല എന്നുള്ളതാണ്. റെഡിയാണല്ലോ. അപ്പോൾ ഈ ഉചിതമായത് പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യം ഇത്തരത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഏതേ പറ്റത്തുള്ളൂ, 2 എന്ന സംഖ്യ മാത്രമാണ് പറ്റുന്നത്. 2 എന്ന സംഖ്യ മാത്രമാണ് കൃത്യമായി പറ്റുന്നത്. 2 എന്ന സംഖ്യ മാത്രമാണ് പറ്റുന്നത്. റെഡിയല്ലേ? 2 എന്ന സംഖ്യയാണ് പറ്റുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ 3ന്റെ ഹരണ നിയമം നമ്മൾ കൃത്യമായി പഠിച്ചു. 3ന്റെ ഹരണ നിയമം നമ്മൾ എന്താണ്, കൃത്യമായി മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ്, 4ന്റെ ഹരണ നിയമം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ 4ന്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കടാ. കുറച്ച് നിങ്ങളത് ഓർത്തിരുന്നാൽ ഞാനിത് അവസാനം ഇതെല്ലാം ഒരുമിച്ചൊന്ന് പറഞ്ഞു തരാം. അപ്പം നമുക്ക് കുറച്ചുകൂടി ഇത് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. 4ന്റെ ഹരണ നിയമം എന്താണെന്ന് വെച്ചാൽ നോക്കടാ, ഒരു സംഖ്യയിലെ അവസാന 2 അക്കങ്ങൾ പൂജ്യങ്ങളാവുകയോ അവസാന 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയോ ചെയ്താൽ ആ സംഖ്യ 4ന്റെ ഗുണിതമാണ്. അതായത് ഇവർ പറയുന്നത് എന്താണ്, ഒരു സംഖ്യ നമുക്ക് തരികയാണ്. ഒരു സംഖ്യ നമുക്ക് തരുമ്പോൾ ഞാനിവിടെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ചോദ്യങ്ങളുണ്ട് എങ്കിലും ഞാനിവിടെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. അതായത് ഒരു സംഖ്യ നമ്മൾ എടുക്കുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിച്ചു തരാം. നോക്കടാ, ഒരു സംഖ്യ നമ്മൾ എടുക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ 316 എന്ന സംഖ്യ, ഇതൊപ്പം വലുതായിപ്പോയല്ലോ. 316 എന്നൊരു സംഖ്യ ഞാൻ എടുക്കുമ്പോൾ ഈ സംഖ്യയുടെ അവസാന 2 അക്കം ഞാൻ എടുത്തു. ഈ അവസാന 2 അക്കത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിശേഷം നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെന്താണ്, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി അതല്ല, അവസാനത്തെ 2 അക്കം 0 ആണെങ്കിൽ അതും 4 കൊണ്ട് നമുക്ക് അതിനെയും 4 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹരിക്കാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, 2 പോസിബിലിറ്റി ആണ്. ഒരു സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ 2 പോസിബിലിറ്റി ആണ്. ഒന്നെങ്കിൽ 4ന്റെ ഹരണ നിയമം 2 പോസിബിലിറ്റിയാണ് പറയുന്നത്. ഒന്നെങ്കിൽ അവസാന 2 അക്കം 0 ആയിരിക്കണം, ഒന്നെങ്കിൽ അവസാന 2 അക്കം 0 ആക്കണം, അല്ലെങ്കിൽ അവസാന 2 അക്കം ചേരുന്ന സംഖ്യ. ഇവിടെ ഇപ്പോൾ അവസാന 2 അക്കം ചേരുന്ന സംഖ്യ 16 അല്ലേ. അപ്പോൾ അങ്ങനെ അവസാന 2 അക്കം ചേരുന്ന സംഖ്യ എന്താവണം, 4ന്റെ മൾട്ടിപ്പിൾ ആവണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ 2 പോസിബിലിറ്റി ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മൾ എന്ന് പറയുന്നത്, നമ്മുടെ 2ന്റെ മൾട്ടിപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്
അതാണ് സംഭവം. റെഡി അല്ലേടാ? അപ്പോൾ അതാണ് നമ്മുടെ 4ന്റെ 2 അല്ലല്ലോ 4ന്റെ ഹരണ നിയമം. അതാണ് നമ്മുടെ 4ന്റെ ഹരണ നിയമം. 4ന്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ 0 അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കം ചേരുന്ന ഒരു സംഖ്യയുണ്ട്, അവസാന 2 അക്കം ചേരുന്ന സംഖ്യയുണ്ട്, അതിനെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയോ ചെയ്താൽ ആ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ആ സംഖ്യ എന്ന് പറയുന്നത് 4 കൊണ്ട് നമുക്ക് ഹരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യയാണ്. ചോദ്യങ്ങൾ ദാ ഇങ്ങനെയാണ് വരുന്നത്. ചുവടെ കൊടുക്കുന്നവയിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? അതായത് 4 സംഖ്യകൾ ഇങ്ങനെ കൊടുത്തിരിക്കുക. ആ 4 സംഖ്യയിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ 4ന്റെ ഹരണ നിയമമാണ് നിങ്ങളവിടെ ഇട്ട് കൊടുക്കേണ്ടത്. 4ന്റെ ഹരണ നിയമം എന്താ പറയുന്നത്? അവസാനത്തെ 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യ, അവസാനത്തെ 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ ആവണം, അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കം 0 ആവണം. ഇപ്പൊ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ കേസിൽ അവസാനത്തെ 2 അക്കം എന്താണ്? ഒരിക്കലും 0 അല്ല. അപ്പൊ അവസാനത്തെ 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യ, അപ്പൊ നമുക്കിപ്പോൾ എ ആണോ ഓപ്ഷൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ 86നെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം. ഇപ്പൊ 84നെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നമ്മളാ നോക്കണ്ട. 1 4 4 2 4 8 ആണ്, 2 4 8 ആണ്. പിന്നെ 6 ആണ് വരുന്നത്. 6 വരുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ? അത് പറ്റില്ല, നമുക്ക് നിശേഷം നമുക്ക് 4 കൊണ്ട് ഇതിനെ ഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ്? ഒരിക്കലും ഇതല്ല ആൻസർ, ഈ എ അല്ല ആൻസർ. അപ്പോൾ എ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി 34നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം. അപ്പോൾ 34നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കാൻ നോക്കുമ്പോൾ എത്ര നമുക്ക് വരിക? 36. 36ന്റെ മുമ്പ് 8 4 32, 8 4 32. പിന്നെ ഇവിടെ എത്ര വരുന്നത്? സൃഷ്ടം എത്ര വരുന്നത്? 2 വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പറ്റില്ല, അതായത് 4 കൊണ്ട് 34നെ നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി 20 ആണോ? 20നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5 4 20 കൃത്യമായിട്ട് നമുക്ക് ഹരിക്കാൻ സാധിക്കും. അതായത് ആൻസർ ഏതാണ്? ആൻസർ ഇതാണ്. ആൻസർ ഏതാണ്? ആൻസർ ഇതാണ് ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ. വേണമെങ്കിൽ ഞാൻ പച്ച ഇതിൽ കാണിക്കും. ഇതാണ് നമ്മുടെ ആൻസർ. റെഡി ആണല്ലോ? ഇതാണ് നമ്മളുടെ ആൻസർ. റെഡി 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 ഇതും നമ്മൾ പിന്നെ അത് നോക്കേണ്ട കാര്യം പോലും ഇല്ല. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നോക്കേണ്ട കാര്യം പോലും ഇല്ല. റെഡി ആണല്ലോ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ 4ന്റെ ആ ഹരണ നിയമം നിങ്ങൾക്ക് എന്താണ്? കൃത്യമായിട്ട് 4ന്റെ ഹരണ നിയമം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ നോക്കൂ, ഈ ഒരു ചോദ്യം നോക്കൂ. ഈ ഒരു ചോദ്യത്തിൽ എന്താ പറയുന്നത്? ചുവടെ കൊടുക്കുന്നവയിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? അപ്പം നമ്മൾ 4ന്റെ ഹരണ നിയമം നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. 4ന്റെ ഹരണ നിയമം അപ്ലൈ ചെയ്യുമ്പോൾ അവസാന 2 അക്കം 0 അല്ലെങ്കിൽ അവസാന 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനോ സാധിക്കണം. അവസാന 2 അക്കം ചേരുന്ന സംഖ്യ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അതല്ലേ നോക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം 42നെ നോക്കൂ, 42നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 42നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കാൻ നോക്കുമ്പോൾ 1 4 4 ആണ്. ഇവിടെ ശിഷ്ടം വീണ്ടും വരും. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ അടുത്ത നമ്മൾ നോക്കുമ്പോൾ 94 ആണ്. 94നെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? 2 4 8 ആണ്. ശിഷ്ടം 14 വരും. അപ്പോൾ അതും പറ്റില്ല. അത് പറ്റുമോ? അതും പറ്റില്ല. ഇനി അടുത്ത നമ്മൾ നോക്കും. അപ്പോൾ ഇത് നമ്മൾ എലിമിനേറ്റ് ആയിപ്പോയി, ഇതും അവിടെ എലിമിനേറ്റ് ആയി പോയി. പിന്നെ അടുത്ത 6 ആണ്. നോക്കൂ, അടുത്ത 0 എന്ന് വരുമ്പോൾ അവിടെ എന്താണ്? 0 എന്ന് വരുമ്പോൾ അവിടെ എന്താണ്? നോക്കി അവിടെ ഒന്ന് നോക്കിക്കേടാ. 0 എന്ന് പറയുമ്പോൾ അവിടെ 6 എന്ന് നിങ്ങൾ കണക്കാക്കിയാൽ മതിയാവും. അപ്പോൾ നോക്കടാ, 0 വരുമ്പോൾ അവിടെ നിങ്ങൾ 6 എന്ന് കണക്കാക്കിയാൽ മതിയാവും. അപ്പോൾ 6നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല, അതും പറ്റില്ല. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഇതായിരിക്കും. ഇനി ഇതാണോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആൻസർ ഇതാണോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, വേഗം പറഞ്ഞോളൂ. 8നെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോടാ? 2 4 8 അല്ലേടാ? അപ്പം പറ്റും. അപ്പോൾ ഇതാണ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പം 4ന്റെ ഹരണ നിയമം അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആൻസർ ഏതാണ്? ഇതാണ് ആൻസർ. സെറ്റല്ലേ? റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് പറയുക. അപ്പം 4ന്റെ ഹരണ നിയമം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അവസാന 2 അക്കം 0 ആവണം, അല്ലെങ്കിൽ അവസാന 2 അക്കം എന്താണ്? ചേരുന്ന ഒരു സംഖ്യയെ 4 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ സാധിക്കണം. ഇത്രയേ ഉള്ളൂ 4ന്റെ ഹരണ നിയമം. നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് അടുത്ത സംഖ്യയുടെ ഹരണ നിയമത്തിലേക്ക് കിടക്കാം. റെഡിയാണോ എല്ലാവരും? ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് അടുത്ത സംഖ്യയുടെ ഹരണ നിയമത്തിലേക്ക് കിടക്കാം.
അപ്പോൾ നോക്കൂ, ചുവടെ കൊടുക്കുന്നവയിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? ചുവടെ കൊടുക്കുന്നവയിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് തന്നെ ട്രൈ ചെയ്തേ. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി 2 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 3ാമത്തെ ചോദ്യമാണ്. 4ന്റെ ഹരണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പോൾ 3ാമത്തെ ചോദ്യമാണ്. അപ്പം നമ്മൾ ഓരോന്നായി ചെയ്യണം അല്ലേ? ഇപ്പം 4ന്റെ ഹരണ നിയമം പറയുന്നത് അവസാനത്തെ 2 അക്കം നോക്കുക എന്നാണ് നോക്കേണ്ടത്. അപ്പം അവസാനത്തെ 2 അക്കം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാ ഈ കേസിൽ അവസാനത്തെ 2 അക്കം 0മായി. അവസാനത്തെ 2 അക്കം 0 അതാണ് ആൻസർ. ഉറപ്പിച്ചോളൂ. അത് 4 കൊണ്ട് അതിനെ ഹരിക്കാൻ സാധിക്കും, ഉറപ്പാണ്. 100% അതിനെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അവിടെ എന്താണ്, സംശയത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓരോന്നായി അവിടെ നോക്കേണ്ട കാര്യമില്ല. കാരണം അവസാനത്തെ 2 അക്കം അവിടെ ഓൾറെഡി എന്തായി 0മായി. അപ്പം പിന്നെ നമുക്ക് ബാക്കിയെല്ലാം വേഗം എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ ഇതാണെന്ന് പറയാം. ഒരു സംശയം അതിനകത്ത് വരാനില്ല. ഇനിയും ഇപ്പം നമ്മളിപ്പോൾ ഏതിൻ്റെയൊക്കെ ഹരണ നിയമം പഠിച്ചു? 2ന്റെ ഹരണ നിയമം പഠിച്ചു, 3ന്റെ ഹരണ നിയമം പഠിച്ചു, 4ന്റെ ഹരണ നിയമം പഠിച്ചു. ഇനി നമുക്ക് ഇതിലൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഹരണ നിയമമാണ് 5ന്റെ ഹരണ നിയമം. 5ന്റെ ഹരണ നിയമം നമ്മൾ ചോദ്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്രയ്ക്ക് ടഫായിട്ടുള്ള ഹരണ നിയമമൊന്നും അല്ല 5ന്റെ ഹരണ നിയമം. വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ളൊരു ഹരണ നിയമമാണ് 5ന്റെ ഹരണ നിയമം. 5ന്റെ ഹരണ നിയമം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു സംഖ്യയിലെ അവസാന അക്കം, ഒരു സംഖ്യ ഉണ്ടടാ, ആ ഒരു സംഖ്യയിലെ അവസാന അക്കം 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ ആ സംഖ്യ 5ന്റെ ഗുണിതമാണ്. ഉദാഹരണം 625, 240. 2 സംഖ്യകൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുക. ഒന്നെങ്കിൽ അത് 625 അല്ലെങ്കിൽ 240 പോലുള്ള സംഖ്യകൾ. ഒന്നുമില്ലടാ, 5 കൊണ്ട് നമുക്ക് ഹരിക്കാൻ സാധിക്കുമോ എന്നറിയാനായിട്ട് ഒരു സംഖ്യ, 245 എന്ന സംഖ്യ, ഇതിനെ 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്നറിയണമെങ്കിൽ അവസാനത്തെ അക്കം ഒന്നെങ്കിൽ 5 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ അക്കം ഒന്നെങ്കിൽ 0 ആയിരിക്കണം. അപ്പം അവസാനത്തെ അക്കം 0 അല്ലെങ്കിൽ 5, അങ്ങനെയുള്ള സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം അത് നിങ്ങൾ സെറ്റാക്കണമെങ്കിൽ 5ന്റെ ഗുണിതപ്പട്ടിക, 5ന്റെ ഗുണനപ്പട്ടിക തന്നെ പഠിച്ചാൽ മതി. 5ന്റെ ഗുണനപ്പട്ടിക ഒന്ന് എഴുതി നോക്കിക്കോ. 1 5 5, 2 5 10, 3 5 15, 4 5 20 അങ്ങനെ പോവുകയാണ്. അപ്പോൾ അവസാനം ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അവസാനം അല്ലെങ്കിൽ ഒന്നെങ്കിൽ 5 ആയിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഒരു സംഖ്യയുടെ അവസാനം 0 അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ അവസാനം 5 വരികയാണെങ്കിൽ, അവസാന അക്കം വരികയാണെങ്കിൽ അല്ലേ, അവസാന അക്കമാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ അവസാന അക്കം ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ അവസാന അക്കം ഒന്നെങ്കിൽ 5 വരണം. ഇതിലേതെങ്കിലും വരികയാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് കൃത്യമായി 5 കൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കും എന്നതാണ് 5ന്റെ ഹരണ നിയമം. 5ന്റെ ഹരണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉദാഹരണങ്ങളൊന്നും ചെയ്യാനില്ല. ഓൾറെഡി 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേറെങ്കിലും മറ്റൊരു ഉദാഹരണം കൂടി നമ്മൾ പോവാം. 240 ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഏതാ നമുക്കൊന്ന് പോകാൻ കഴിയുന്ന മറ്റൊരു, ഇപ്പോൾ 842 എന്ന സംഖ്യ. ഈ സംഖ്യ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഈ സംഖ്യ ഒരിക്കലും 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. കാരണം അവസാന അക്കം എന്തല്ല, കാരണം എന്ന് പറഞ്ഞാൽ അവസാന അക്കം 5 അല്ലെങ്കിൽ 0 ആകണം. അതായത് 5 കൊണ്ട് ഹരിക്കണമെങ്കിൽ 5 കൊണ്ട് ഹരിക്കണമെങ്കിൽ അവസാന അക്കം ഒന്നെങ്കിൽ 5 ആണോ, അല്ലെങ്കിൽ അവസാന അക്കം ഒന്നെങ്കിൽ 0 ആവണം. ഇവിടെ ഇപ്പോൾ അവസാന അക്കം 2 വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല ഈ സംഖ്യയെ. അതേസമയം 555 എന്ന സംഖ്യ, ഇതിലെ അവസാനം 5 ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ സംഖ്യയെ എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 200 എന്ന സംഖ്യ അവസാനം 0 ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 245 എന്ന സംഖ്യ അവസാന അക്കം 5 ആണ്. അതുകൊണ്ട് നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടെത്തൂ. റെഡിയല്ലേ? അപ്പോൾ എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഹരണ നിയമമാണ് 5ന്റെ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അവസാന അക്കം ഒന്നെങ്കിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അല്ലാത്ത സംഖ്യകളൊന്നും 5 കൊണ്ട് നമുക്ക് ഹരിക്കാൻ സാധിക്കില്ല. റെഡിയല്ലേ? അത് മനസ്സിലായി. അപ്പോൾ 5ന്റെ നമ്മൾ ചോദ്യങ്ങളൊന്നും ചെയ്യുന്നില്ല. 5ന്റെ ചോദ്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ചെയ്യാത്തത്. എന്തുകൊണ്ട് ചോദ്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ചോദ്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കില്ല. വളരെ എളുപ്പമായതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കില്ല. റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 6ന്റെ ഹരണ നിയമത്തിലേക്ക് വരികയാണ്. 6ന്റെ ഹരണ നിയമം എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സംഖ്യ 2 കൊണ്ടും
3 കൊണ്ടും ഹരിക്കാൻ സാധിച്ചാൽ ആ സംഖ്യ 6ന്റെ ഗുണിതമാണ്. അതായത് ഒരു സംഖ്യ നമ്മൾ എടുക്കുന്നു, ആ സംഖ്യ 2 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം, 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. എങ്കിൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ 6 കൊണ്ട് ഹരിക്കാം. അതാണ് കാര്യം. ഞാൻ പറഞ്ഞത് മനസ്സിലായോടാ? ഒരു സംഖ്യ നമ്മൾ എടുക്കുമ്പോൾ നോക്കൂ, ഒരു ഉദാഹരണം നോക്കാം. നമ്മളൊരു സംഖ്യ എടുക്കുമ്പോൾ ആ സംഖ്യ 2 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം, 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. ഇത് രണ്ടും ഒരുപോലെ സാധിച്ചാലേ അത് 6 കൊണ്ട് ഹരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ആയാലേ 6 കൊണ്ട് ഹരിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെയുള്ള സംഖ്യകൾ നമുക്ക് നോക്കാം, അല്ലേ? കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പം 132 എന്ന സംഖ്യ, 132 എന്ന സംഖ്യ ഇതൊരു അവസാനം 2ആണ്. അതിൻ്റെ അർത്ഥം ഇത് 2 കൊണ്ട് നമുക്ക് ഹരിക്കാൻ സാധിക്കാം. ഇനി ഇത് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്നറിയാനായിട്ട് 3ന്റെ ഹരണ നിയമം നമ്മൾ എടുക്കണം സാർ. 3ന്റെ ഹരണ നിയമം എടുക്കണം. 3ന്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ 1 + 3 + 2 ആണ് 3ന്റെ ഹരണ നിയമം. 3 1 4, 4 + 2 6. 6നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 3 2 6 ആണ്. അപ്പം നമുക്ക് എന്താണ്, 2 കൊണ്ടും ഹരിക്കാൻ സാധിക്കും, 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ സംഖ്യ 6 കൊണ്ടും സാധിക്കും. റെഡിയാണോ? ഇനി മറ്റൊരു സംഖ്യ 270. 270നെ സംബന്ധിച്ചിടത്തോളം അവസാന അക്കം 0 വന്നു. അപ്പോൾ ഇത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി ഇത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എങ്ങനെയാ? 3ന്റെ ഹരണ നിയമം എന്താണ്? അക്കങ്ങൾ കൂട്ടി നോക്കുക. 2 + 7 + 0 9 എന്ന് വരും. 9 എന്ന സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 3 3 9. അപ്പോൾ 270 എന്ന് പറയുന്ന സംഖ്യയെ 2 കൊണ്ടും ഹരിക്കാൻ സാധിക്കും, 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതിനെ 6 കൊണ്ടും ഹരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. 2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. സെറ്റല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചോദ്യങ്ങളായിരിക്കും. നോക്കൂ, നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. ചുവടെ കൊടുക്കുന്നവയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? നമുക്ക് ഓരോന്നും നോക്കേണ്ടി വരും. ഇപ്പം നമുക്കിതിനകത്ത് വേണേൽ എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം അവസാനമൊക്കെ 7 അല്ലെങ്കിൽ അവസാനം 5 ഒക്കെ ആണെങ്കിൽ അത് 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് അവരെ ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ ഇപ്പം അവസാനം ഈ നമ്പറുകളെല്ലാം 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നതാണ്. അതെനിക്ക് എങ്ങനെ മനസ്സിലായി? ഈ സംഖ്യകളെല്ലാം 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നതാണെന്ന്. കാരണം ഇവിടെ അവസാനം 4 6 2 6 ഇതെല്ലാം പറ്റും. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം ഇതെല്ലാം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി നോക്കണം. 4 നമുക്കിതൊന്ന് കൂട്ടി നോക്കാം. അക്കങ്ങളുടെ തുക കൂട്ടി നോക്കാം. 3 + 4 + 1 + 2 + 4 + 4 അക്കങ്ങളുടെ തുക നോക്കണം. 4 3 7 ആണ്. 7 1 8, 8 2 10, 14, 14 4 18. 18നെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അപ്പോൾ 6 എന്നാണ് ആൻസർ വരിക. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എ ആണ്. ബാക്കി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാം. മനസ്സിലായോ? വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആൻസർ കിട്ടും. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പം നമുക്കിതിൽ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരാളുണ്ട്. ആരാണ്? ഇവൻ ഒരിക്കലും വരില്ല. ഇവനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. എന്തുകൊണ്ട് ഞാൻ അവനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു? കാരണം ഇവിടെ അവസാനം 7 വന്നിരിക്കുന്നത്. അവസാനം 7 വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഒരിക്കലും 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല എന്നാണ്. 2 കൊണ്ട് ഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് 6 കൊണ്ടും ഹരിക്കാൻ പറ്റില്ല. കാരണം 6 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അത് 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ബാക്കിയെല്ലാം നമുക്ക് നോക്കേണ്ടി വരും. ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം. 3 + 1 3 + 1 3 + 1 4 4 7 4 എത്രയാണ്? 7 4 8 9 10 11 11 11 12 12 2 14 14 8 14 8 14 8 വരും. 14 8 എത്രയാണ്? 14 + 8 15 16 17 18 19 20 21 22 എന്ന് വരും. 22 എന്ന് പറയുന്ന സംഖ്യ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇത് ആൻസർ വരില്ല. ഇനി ഇത് വരുമോ? നമുക്ക് നോക്കാം. 1 + 5 6 6 4 10 10 7 17 17 + 6 17 + 0 + 6. അപ്പോൾ 17 + 6 എത്രയാണ്? 18 19 20 21 22 23 എന്ന സംഖ്യയെ നമുക്ക് 3 എന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. അത്
ഇനിയിപ്പോൾ ഇതും പറ്റില്ല. അപ്പോൾ ആൻസർ ഇതായിരിക്കും അല്ലേ? ആൻസർ ഏതാണ്? ആൻസർ ഏതായിരിക്കും? ആൻസർ ഇതായിരിക്കും. വേണം നിങ്ങളിത് നോക്കിക്കോ. 5 + 1 6, 6 1 7, 7 7 14, 14 4 18. 18 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കും, അതുകൊണ്ട് 2 കൊണ്ടും ഹരിക്കാൻ സാധിക്കും, അതുകൊണ്ട് ഇത് 6 കൊണ്ടും ഹരിക്കാൻ സാധിക്കും. റെഡിയാണല്ലോ? അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ എന്താണ് ഒരു ഹോംവർക്കായിട്ട് ഞാൻ തരികയാണ്. നിങ്ങൾക്ക് നമുക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയണമല്ലോ, അതുകൊണ്ട് നിങ്ങളിത് ഹോംവർക്കായിട്ട് നിങ്ങളത് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ശരിയാണെങ്കിൽ ഞാനത് പറയാം. ശരിയായിട്ടുള്ള ഉത്തരം ഞാൻ കമൻറ്റിൽ ഇട്ട് തരാം. നിങ്ങളൊന്ന് കമൻറ്റിൽ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 6ൻ്റെ ഹരണ നിയമവും പഠിച്ചിനി നമ്മൾ ആരുടെ ഹരണ നിയമത്തിലേക്ക് കിടക്കുകയാണ്? 6 കഴിഞ്ഞ് 7 അല്ലേ സാർ? 7ൻ്റെ ഹരണ നിയമം എവിടെ? 7ൻ്റെ ഹരണ നിയമം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. കാരണം നമുക്ക് ഇനിയിപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് ഇന്ന് 8ൻ്റെ ഹരണ നിയമം കൂടെ പഠിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ് അങ്ങ് വൈൻഡപ്പ് ചെയ്യുക, അല്ലേ പിന്നെ ഒരുപാട് ലെങ്ത് ആയി പോകും അല്ലേ? അപ്പോൾ 7ൻ്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. 7ൻ്റെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 8ൻ്റെ ഹരണ നിയമം പഠിക്കാം. ബാക്കിയുള്ളതിൻ്റെ ഹരണ നിയമങ്ങൾ അടുത്ത ക്ലാസ്സിൽ അങ്ങനെയാക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ 8ൻ്റെ ഹരണ നിയമം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു സംഖ്യയിലെ അവസാന 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അവസാന 3 അക്കങ്ങൾ പൂജ്യങ്ങളായാലോ ആ സംഖ്യ 8ൻ്റെ ഗുണിതമാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു സംഖ്യ, ഞാനിപ്പോൾ ഏതോ ഒരു സംഖ്യ എഴുതുകയാണ്. ഏതോ ഒരു സംഖ്യ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഏതൊരു സംഖ്യ, ഒരു സംഖ്യയിലെ അവസാന 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യ, ആ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമെങ്കിൽ, അത് 8ൻ്റെ എന്താണ്? 8 കൊണ്ട് ആ സംഖ്യയെ ഹരിക്കാൻ സാധിക്കും. ഇനി അല്ല, അവസാന 3 അക്കങ്ങൾ 0 ആണെങ്കിലും അത് 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അവസാന 3 അക്കങ്ങൾ പൂജ്യങ്ങളാണെങ്കിലും, അവസാന 3 അക്കങ്ങൾ പൂജ്യങ്ങളായാലും അത് 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ കുറച്ച് ഉദാഹരണങ്ങൾ വേണ്ടേ? തീർച്ചയായിട്ടും കുറച്ച് ഉദാഹരണങ്ങൾ വേണം. 2 3 7 6 2376. ഇതിൽ അവസാന 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യ എത്രയാണ്? 376. ഈ 376നെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? 8 8 2 8 14 32 അല്ലേ? 32 പോവുക. 32 പോയിട്ട് ഇവിടെ 5 6 56 വരും. 56 വരുമ്പോൾ 8 7 56, 8 7 56 56 0 വരും. അപ്പം നോക്കൂ, 376നെ നമുക്ക് എന്ത് ചെയ്യാം? 376നെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാം. അതുകൊണ്ട് ഇത് 8ൻ്റെ എന്താണ്? അതുകൊണ്ട് ഇത് 8ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 8 കൊണ്ട് ഇതിനെ നമുക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കും. റെഡിയല്ലേ? മറ്റൊരു സംഖ്യ നോക്കുകയാണെങ്കിൽ 5680. അവസാന 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യ 680. 680നെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? 8 8 64 അല്ലേ? 8 8 64 അല്ലേ? 40 8 5 40. അപ്പം നമുക്ക് നിശേഷം ഹരിക്കാം. അപ്പം എന്താണ്? അപ്പം ഈ സംഖ്യയും എന്താണ്? 8നെ കൊണ്ട് നമുക്ക് ഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സെറ്റല്ലേ? അപ്പം ഇതാണ് സംഭവം. 4ൻ്റെ ഹരണ നിയമം എന്തായിരുന്നു? 4ൻ്റെ ഹരണ നിയമം എന്താ? നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ. 4ൻ്റെ ഹരണ നിയമം. കാരണം 4ൻ്റെ ഹരണ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് 8ൻ്റെ ഹരണ നിയമം പഠിക്കാം. 4ൻ്റെ ഹരണ നിയമം അവസാന 2 അക്കമായിരുന്നു. 4ൻ്റെ ഹരണ നിയമത്തിൽ വരുന്നത്. അവസാന 2 അക്കം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അവസാന 2 അക്കങ്ങൾ 0 ആണെങ്കിൽ അത് 4ൻ്റെ ഹരണ നിയമമാണ്. 4ൻ്റെ ഇരട്ടിയാണ് 8ൻ്റെ ഹരണ നിയമം. അതായത് അവസാന 3 അക്കങ്ങൾ പൂജ്യങ്ങളോ അല്ലെങ്കിൽ അവസാന 3 അക്കങ്ങൾ എന്താണ് 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ ചെയ്താൽ അത് 8ൻ്റെ ഹരണ നിയമമായി. മനസ്സിലായോ? സിമ്പിളാണ്. അപ്പോൾ 8ൻ്റെ ഹരണ നിയമവും നമ്മൾ എന്ത് ചെയ്തു? 8ൻ്റെ ഹരണ നിയമവും നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടിയത്? ചോദ്യങ്ങൾ ചെയ്യണമെന്ന് അതല്ലേ വേണ്ടിയത്? നോക്കൂ, ചുവടെ കൊടുക്കുന്നവയിലെ 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോണം. ഇപ്പം 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെല്ലാം ഇരട്ട സംഖ്യകളാണ്.
ഇപ്പം 2, 4, 6, 8 ഇതുകൊണ്ടെല്ലാം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെല്ലാം ഇരട്ട സംഖ്യകളായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 5 ആദ്യമേ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇതെന്താണ്, ഇതൊരു ഇരട്ട സംഖ്യ അല്ല. കാരണം അവസാനം 5 വന്നാൽ അത് ഇരട്ട സംഖ്യ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, 5നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം നോക്കാം. ബാക്കിയുള്ള ആൾക്കാരെ നോക്കുമ്പോൾ 118 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? കാരണം അവസാന 3 അക്കമാണ് നമ്മൾ നോക്കേണ്ടത്. അവസാനത്തെ 3 അക്കമാണടാ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവസാനത്തെ 3 അക്കം 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 1 8 2 8 16. അപ്പോൾ 1 8 ആണ് പറ്റുന്നത്. പിന്നെ 9 10 11 3 വരും 38. 8 8 2 8 16 3 4 8 32 ആണ് വരുന്നത് 32. പിന്നെ ശിഷ്ടങ്ങൾ വരും, പിന്നെയും ശിഷ്ടങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായി ഹരിക്കാൻ സാധിക്കുമോ? കൃത്യമായി ഹരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും കൃത്യമായി ഹരിക്കാൻ സാധിക്കില്ല. ഇനി ഇത് നോക്കാം. 478 അവസാന 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യ. അവസാന 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യ 478നെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? 5 8 40 7 വരും 78 വരും. അതും വീണ്ടും ശിഷ്ടം വരും. അപ്പോൾ ഇത് വരില്ല. അത് വീണ്ടും ശിഷ്ടം വരുന്നത് കൊണ്ട് എന്താണ്, ഇതും അല്ല ആൻസർ. ആൻസർ എന്തായിരിക്കും? ഇതായിരിക്കും. വേണ്ട, നിങ്ങൾ നോക്കിയോ, 464നെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? കാരണം അവസാന 3 അക്കം എന്ന് പറയുന്ന ചേരുന്ന സംഖ്യ 464. 464നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 5 8 40 ആണ് വരുന്നത്. 5 8 40 പിന്നെ 6 64 8 8 64 കണ്ടോ, കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇത്രയും സിമ്പിളാണ് 8ൻ്റെ ഹരണ നിയമം. അപ്പോൾ 8ൻ്റെ ഹരണ നിയമം നിങ്ങൾ പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സിമ്പിളായി എലിമിനേറ്റ് ചെയ്ത് പോകാൻ കഴിയുന്നൊന്നുമില്ല. കാരണം എല്ലാം ഇരട്ട സംഖ്യകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കേണ്ടി വരും. 156 അവസാന 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യ. അവസാന 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യ 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അല്ലെങ്കിൽ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? 156 ഡിവൈഡഡ് ബൈ 8. 1 8 2 8 16. അപ്പോൾ 1 8 8 പോവും. പിന്നെ 9 10 11 12 പോകുന്നു 14 15 7 അല്ലേ. 7 76. പിന്നെ പോകുന്നത് എന്താണ്, 8 8 64 72 9 8 72 ഇല്ല. പിന്നെ ശിഷ്ടം വരത്തേ ഉള്ളൂ അല്ലേ. യെസ് ശിഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ചെയ്യുന്നില്ല. ശിഷ്ടം വരും. ഇത് തെറ്റാണ്. അടുത്തത് 692നെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? 8 8 64 പറ്റും. 64 പിന്നെ 5 52. അവിടെയും ശിഷ്ടം വരും. അതും പറ്റില്ല. അടുത്തത് 418നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? നോക്കാം. 8 5 40 ആണ്. പിന്നെ 1 8 1 8 2 8 16 ഇല്ല, അതും പറ്റില്ല. അവിടെയും ശിഷ്ടം വരും. അടുത്തത് 240നെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? 3 8 24 പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇതാണ് ആൻസർ. റെഡി അല്ലേടാ? അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതാണ് ആൻസർ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. ഈ ചോദ്യത്തിന് ആൻസർ നമ്മൾ നോക്കുമ്പോഴേ മനസ്സിലാവും. കാരണം എന്താണ്, അവസാന 3 അക്കങ്ങൾ ചേരുന്ന അവസാന 3 അക്കങ്ങൾ 0 ആകുകയാണെങ്കിലോ അതിനെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അവസാന 3 അക്കങ്ങൾ 0 ആയാലും നമുക്കതിനെ 8 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടി. ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാം. സെറ്റല്ലേ? അപ്പോൾ 8ൻ്റെ ഹരണ നിയമവും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. റെഡിയല്ലേ? അപ്പോൾ നമ്മളിത് പഠിച്ച കാര്യങ്ങൾ വേഗം ഒന്ന് റിവിഷൻ ചെയ്തു തരാം. നോക്കിക്കേ. നമ്മൾ 2ൻ്റെ ഹരണ നിയമം ആദ്യം പഠിച്ചു. 2ൻ്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. എന്താണ്, അവസാനത്തെ അക്കം 0 2 4 6 8 ആയാൽ അത് 2ൻ്റെ ഹരിക്കാൻ സാധിക്കും. 3ൻ്റെ ഹരണ നിയമം എന്താണ്, അക്കങ്ങളുടെ തുക നോക്കിയിട്ട് ആ സംഖ്യ 3 കൊണ്ട് ഹരിക്കാമെങ്കിൽ ആ നമ്പറും എന്താണ് 3 കൊണ്ട് നമുക്ക് ഹരിക്കാൻ സാധിക്കും. ഇനി 4ൻ്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അവസാനത്തെ 2 അക്കങ്ങൾ 0 അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കങ്ങൾ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ ചെയ്താൽ അത് 4നെ ആ നമ്പറും എന്താണ് 4 കൊണ്ട് ഹരിക്കാം. 5ൻ്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്കം 5 അല്ലെങ്കിൽ അവസാനത്തെ അക്കം 0 ആവണം. 6ൻ്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാമെങ്കിൽ ആ സംഖ്യ 6 കൊണ്ടും നിശേഷം ഹരിക്കാം. ഇനി 8ൻ്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? 8ൻ്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ അവസാന 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ അവസാന 3 അക്കങ്ങളും 0 ആണെങ്കിൽ ആ സംഖ്യ 8 കൊണ്ട് ഹരിക്കാം.
അപ്പോൾ ഇതാണ് ഹരണ നിയമങ്ങൾ. ഹരണ നിയമങ്ങൾ വേഗം നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് റിവിഷൻ ചെയ്തു. അപ്പം നമ്മൾ എത്രയാണ്, 2ന്റെ ഹരണ നിയമം, 3ന്റെ ഹരണ നിയമം, 4ന്റെ ഹരണ നിയമം, 5ന്റെ ഹരണ നിയമം, 6ന്റെ ഹരണ നിയമം, 8ന്റെ ഹരണ നിയമം. ഇനി നമുക്ക് ബാക്കിയുള്ള സംഖ്യകളുടെ ഹരണ നിയമങ്ങളും പഠിക്കണം. 7ന്റെ പഠിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, ബാക്കിയുള്ള 11 വരെയുള്ള സംഖ്യകളുടെ ഹരണ നിയമം പഠിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡീൽ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാനൊരു ചോദ്യം തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. റെഡി? ഓക്കെ.